അയൺ ഹാർട്ട് സീരീസ് ഞാൻ കണ്ടു. ഇതിലെ മെയിൻ ക്യാരക്ടറിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല സീരീസ് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നാമതായിട്ട് ഇതിലെ പ്രധാന കഥാപാത്രമായ റീറി വില്യംസ് ഒരു ജീനിയസ് ആണ്. പുള്ളിക്കാരിക്ക് നമ്മുടെ ടോണി സ്റ്റാർക്ക് ഉണ്ടാക്കിയതുപോലെ ഒരു സൂട്ട് ഉണ്ടാക്കാനാണ് ആഗ്രഹം. അപ്പൊ അതിന് ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്. ഒരു ടെക് ജീനിയസ് ആയിട്ടുള്ള റീറിക്ക് ഒരുപാട് ലീഗൽ മെത്തേഡ്സിൽ കൂടെ ഈ പൈസ റേസ് ചെയ്യാമായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരി സെലക്ട് ചെയ്ത പാത്ത് എന്ന് പറയുന്നത് ക്രിമിനൽ ഗ്യാങ്ങിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. വൈ? രണ്ടാമതായിട്ട് ഈ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഐക്കോണിക് ആവണം എന്നുള്ളത്. എന്നിട്ട് വീണ്ടും ടോണി സ്റ്റാർക്ക് ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു സൂട്ട് ഉണ്ടാക്കാനാണ് ആൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുതുതായിട്ടൊന്നും തന്നെ നോക്കുന്നില്ല. ഐക്കോണിക് എന്ന് പറയുമ്പോൾ സംതിങ് ഡിഫറെന്റ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹാങ് പിം, പുള്ളിക്കാരന്റെ പിം പാർട്ടിക്കൽ എന്ന് പറയുന്നത് ഒരു ഐക്കോണിക് ഇൻവെൻഷൻ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്പൈഡർമാൻ അറിയാലോ. പിന്നെ ഈ ക്യാരക്ടർ ഭയങ്കരമായി എൻടൈറ്റിൽഡ് ആണ്. അതുകൊണ്ടാണ് ആൾ പറയുന്നത് ടോണി സ്റ്റാർക്ക് ഒരു ബില്യണർ ആയതുകൊണ്ട് മാത്രമാണ് ആൾക്ക് അയൺമാൻ ആവാൻ പറ്റിയെന്നുള്ളത്. ഇതേ ക്യാരക്ടർ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. MIT ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വക്കാണ്ടിയൻസ് ആയിട്ടുള്ള അടുപ്പമുണ്ട്. എന്നിട്ട് ഇതൊന്നും ആൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്നില്ല. പിന്നെ നല്ലതെന്ന് എടുത്ത് പറയാനായിട്ടുള്ളത് ഇതിലെ മെയിൻ ക്യാരക്ടറിന്റെ അഭിനയമാണ്. ആൾ നല്ല പോലെ തന്നെ ഈ റോൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് മെഫിസ്റ്റോയുടെ എൻട്രി കാണാനായിട്ട് സാധിക്കും. അത് വളരെ സ്മൂത്ത് ആയിരുന്നു, അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അതല്ലാതെ ഈ സീരീസിൽ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.